അതിജീവനത്തിനായുള്ള തമിഴ്നാട് കർഷകരുടെ നിലവിളിയാണ് ഈ കേൾക്കുന്നത്. കൃഷി തന്നെ ജീവിതമാക്കിയ ഒരു ജനതയുടെ അവസാനത്തെ പോരാട്ടം. വരൾച്ച മൂലം തമിഴ്നാടിന്റെ ധാന്യപ്പുരകൾ മെലിഞ്ഞില്ലാതാവുകയാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ സമരം. തമിഴ്നാട്ടിലെ കർഷകർ ഒരു ജീവൻ മരണ പോരാട്ടത്തിലാണ്. ജയിച്ചാൽ ജീവിതം, ഇല്ലെങ്കിൽ മരണം. കാവേരി നദിയെ അമ്മയായി കാണുന്നവരാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾ. ആ അമ്മയുടെ മേലുള്ള അവകാശത്തിനു വേണ്ടിയാണ് ഈ സമരം. വർഷങ്ങളായി കൃഷി ജീവനോപാധിയാക്കിയ ഇവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ തെരുവിൽ ഇറങ്ങേണ്ടി വന്നു? മുക്കാമോള നെല്ല് പയറ് 30 ഗജം തണ്ണി കിണറ് நிற்காமத்தான் தண்ணி அரைச்சேன் நெல் பயிரும் கருகி போச்சு நிற்காமத்தான் தண்ணி அரைச்சேன் நெல் பயிரும் கருகி போச்சு அண்ணே முக்கா மொளம் அண்ணனே முக்கா மொளம் நெல் பயிர் 30 ഗജം തണ്ണി കിണറ്. കാവേരി നദീതട മേഖലയിൽ വരുന്ന തഞ്ചാവൂർ, തിരുച്ചിറപ്പള്ളി, തിരുവാരൂർ, നാഗപട്ടണം, പുതുക്കോട്ടെ, സേലം, ഈറോഡ് തുടങ്ങിയ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് തമിഴ്നാട്ടിൽ മുഖ്യമായും കൃഷി നടക്കുന്നത്. ഒരു വർഷത്തിനിടെ ഈ മേഖലയിൽ നടന്നത് 300-ലധികം കർഷക ആത്മഹത്യകൾ. കണ്ണെത്താ ദൂരത്തോളം ഉണങ്ങി വരണ്ട വയലുകൾ, വറ്റിയ ജലാശയങ്ങൾ. കാവേരി നദിയുടെ കൈവഴികളായ വെട്ടാർ, വെണ്ണാർ, തിരുവയ്യാർ, വടവാർ, തലക്കാവേരി, കുടമരട്ടി തുടങ്ങിയവയെല്ലാം ദുരന്തഭൂമി പോലെ ശൂന്യമായി കിടക്കുന്നു. ഏറ്റവും കൂടുതൽ കർഷകർ ജീവനൊടുക്കിയത് നാഗപട്ടണം ജില്ലയിലാണ്, 66 പേർ. നാഗപട്ടണത്തെ കീഴ്വേലൂർ എന്ന ഗ്രാമത്തിൽ ഏറ്റവും സാധാരണക്കാരായ കർഷകരാണുള്ളത്. കലൈപ്പെരുമാൾ എന്ന 67കാരൻ അവരിൽ ഒരാളായിരുന്നു. ആറ്റിൽ വെള്ളമില്ലെന്നറിഞ്ഞും കുഴൽക്കിണർ കുത്താൻ പണമില്ലാതിരുന്നിട്ടും കലൈപ്പെരുമാൾ വിത്തെറിഞ്ഞു. മഴമേഘങ്ങൾ കിനാവ് കണ്ട്, പക്ഷേ കൊയ്തെടുത്തത് മരണം. എല്ലാ പ്രതീക്ഷയും വെറുതെയാണെന്നറിഞ്ഞ നിമിഷം അയാൾ കീടനാശിനി കുടിച്ച് കരിഞ്ഞ കതിരുകൾക്ക് മീതെ മരിച്ചു വീണു. പോയ ഡിസംബർ 31. നെല്ലുதான் வாரி அரைச்சிருந்தோம், அதெல்லாம் கருகி விட்டு தண்ணி இல்லாத கருகி விட்டு. அப்புறம் தண்ணி வரும்னு பார்த்தா ஒன்றும் வரணுமே தெரியல. சரின்னுட்டு நெல் பயிர் வாங்கி அடிக்கணும், பயிரும் அடித்த பாடல எல்லாம் தரிசாவே போட்டாச்சு. ஒன்றுமே இல்லாத போயிட்டு இந்த வருஷம். என்ன செய்யுது, இந்த வருஷம் விளையினா வர வருஷம் விளையும், அதனால என்ன கவலைப்பட்டு என்ன பண்ண போகிறோம் அப்படின்னு சொல்லிட்டு தான் இருந்தோம். மறுநாள் சொல்லிட்டு தான் இருந்தாங்க. வயலுக்கு வந்தவங்க தான் மறுபடியும் பார்க்கவும் முடியல, பேசவும் முடியல. இப்போ நின்றுட்டோம் கேள்வி. தண்ணி இல்லைனாலும் ஒரு 3 மாதம் மழை பெய்யுங்க, அந்த மழையும் பெய்யலிங்க. അതും ഇല്ല ഇതും ഇല്ല, ഒന്നുമേ ഇല്ലാതെ എവിടെയും പൊളയ്ക്കാൻ முடியும். വീരമണി കുലത്തൊഴിലായ തോട്ടിപ്പണിയിൽ നിന്നുള്ള മോചനം കൂടി മോഹിച്ചാണ് പാട്ടത്തിനെടുത്ത ഭൂമിയിൽ കൃഷി ഇറക്കിയത്. പക്ഷേ ഒറ്റമുറിക്കുടിലിൽ തൂങ്ങിയാടാനായിരുന്നു വിധി. 1.5 ஏக்கருங்க சார். குத்தகைக்கு நெல் தெளிச்சிருந்தாங்க சார். கடன் வாங்கி தான் சார், குழு பணம் எடுத்து கடன் வாங்கி தான் சார் குத்தகைக்கு இந்த வருஷம் முதலாக பிடிச்சிருந்தோம். அது வந்து தண்ணி இல்லாமல் தான் சார் காஞ்சி கிடந்ததை பார்த்துட்டு அதிர்ச்சியில் மாரடைப்பு மாதிரி இருந்துட்டு பயிர் கருகியதை பார்த்து தான் சார், தண்ணி வறட்சியால் சார் எங்கே பார்த்தாலும் கடன் வாங்கிட்டோமே, இப்படி இந்த வருஷம் தானே குத்தகைக்கு ஃபஸ்ட்டில் பிடிச்சோம், இந்த கடன்லாம் எப்படி சமாளிக்கிறது அப்படின்னு தான் சார், அந்த அதிர்ச்சியில் தான் சார் മാറടപ്പ് மாதிரி இருந்துச்சு. മണ്ണാർക്കുടിയിലെ മുസ്ലിം ഗ്രാമത്തിലെ ശേഖർ വീടൊന്ന് നന്നാക്കണമെന്ന ആഗ്രഹത്തിൽ 4 ലക്ഷം രൂപ ലോൺ എടുത്തു. കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് തിരിച്ചടയ്ക്കാമെന്ന കണക്കുകൂട്ടൽ ജലക്ഷാമത്തിൽ കരിഞ്ഞതോടെ ഒരു കവൾ കീടനാശിനിയിൽ എല്ലാം അവസാനിപ്പിച്ചു. தண்ணி இல்லாதனால ரொம்ப கருகி போயிடுச்சு. அதை பார்த்து ஒரு வாரமாகவே மனசு சரியில்லாமல் இருந்தாங்க. இதேமாரி விவசாயத்தை நம்பி தான் வீடு வேறு கட்டுறதுக்கு லோன் வேறு வாங்கியிருந்தோம். அதனால் இப்படி போயிட்டேன்னு நான் சொன்னேன். அதனால் என்ன பண்ணுறது, அதுக்காகன்னு சொன்னால் அது கேட்காமையே போய் மருந்தை குடிச்சிட்டாங்க. மருந்தை குடிச்சிட்டு வெளியில் வந்து வீட்டில் வந்துட்டாங்க മരുന്ന് കുടിച്ചിട്ട്. മണ്ണിൽ പണിയെടുത്ത് അന്തസ്സോടെ കഴിഞ്ഞവർ ദുർമരണം വരിക്കുന്നത് മാനക്കേടായി കാണുന്നവരാണിവർ. ഇത് മുതലാക്കുകയാണ് പോലീസും. അതിനാൽ ആത്മഹത്യ ചെയ്തവരൊക്കെ സർക്കാർ കണക്കിൽ ഹൃദയം പൊട്ടി മരിച്ചവർ മാത്രം. 90ഓളം മരണം നടന്ന നാഗപട്ടണം, തിരുവാരൂർ ജില്ലകളിലായി ആകെ രജിസ്റ്റർ ചെയ്തത് 3 FIR-കൾ മാത്രം. സർക്കാർ കണക്കിൽ இதுவரை ஆத்மஹத்யா செய்தது 50ல் தாழே கர்ஷகர். அரசு அதிகாரிகளும் மற்றவங்களும் என்ன சொல்லுவாங்கன்னா, நீங்கள் போய் பணத்தை நீ இப்படிலாம் ஏதாவது கம்ப்ளைண்ட் கொடுத்தா போஸ்ட்மார்ட்டம் அறுத்து கொடுப்பாங்க, கை காலெல்லாம் எடுத்துருவாங்க, கிட்னி எடுத்துருவாங்க, அதனால் நீங்கள் அதெல்லாம் அறுக்காமல் அப்படியே பயிற்சிக்கணுமா. இந்த மக்கள் உடனே பயந்துக்கிட்டு அன்னைக்கே எரிச்சிருவாங்க. കാവേരി റൈറ്റ്സ് റിട്രീവൽ കമ്മിറ്റി പോലുള്ള സാമൂഹ്യ സംഘടനകളുടെ തെളിവെടുപ്പിലാണ് ആത്മഹത്യ സംബന്ധിച്ച യഥാർത്ഥ കണക്കുകൾ പുറത്തുവരുന്നത്. സമ്മർദ്ദത്തിനൊടുവിൽ ആത്മഹത്യ ചെയ്ത 17 കർഷകരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ 3 ലക്ഷം വീതം നഷ്ടപരിഹാരം നൽകി. കർഷകർ ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരം 15 ലക്ഷം രൂപയാണ്. കടങ്ങൾ എഴുതിത്തള്ളണമെന്നും കൃഷിനാശത്തിന് ഏക്കറൊന്നിന് 25,000 രൂപയും വീണ്ടും കൃഷിയിറക്കാൻ 15,000 രൂപയും നൽകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. അധികാരം നിലനിർത്താനുള്ള വെപ്രാളത്തിനിടെ
സംസ്ഥാന സർക്കാരിന് ഇതൊന്നും കേൾക്കാൻ സമയം കിട്ടിയിട്ടില്ല. അതിനാൽ കർഷകർ രാജ്യതലസ്ഥാനമായ ഡൽഹിയിലും ചെന്നു. തലയോട്ടുകൾ കഴുത്തിലണിഞ്ഞ് അവർ നടത്തിയ രോഷപ്രകടനം ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റി. പക്ഷേ പരിഹാരം മാത്രം ഇനിയും അകലെയാണ്. കൃഷിയാണ് ഈ നാട്ടുകാരുടെ ജീവിതം. മണ്ണുണ്ട്, പണം കടം വാങ്ങിയും കൃഷി ഇറക്കാൻ മനസ്സുണ്ട്. പക്ഷേ വെള്ളമില്ല. 2 വർഷമായി കാവേരി നദിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കർണാടക വിട്ടുനൽകുന്നില്ല. മഴ കൂടി അകന്നു നിന്നതോടെ ദുരന്തം പൂർണ്ണമായി. ചരിത്രത്തിലെ ഏറ്റവും കൊടിയ വരൾച്ചയിലൂടെയാണ് ഇവർ കടന്നുപോകുന്നത്. കാവേരി നദിയിൽ നിന്നുള്ള വെള്ളം വിവിധ കൈവഴികളിലും തോടുകളിലുമായി നിറഞ്ഞൊഴുകിയാണ് തഞ്ചാവൂർ ഉൾപ്പെടെയുള്ള തമിഴ്നാട്ടിലെ ജില്ലകൾ ജലസമൃദ്ധമാകുന്നത്. കാവേരിയുടെ ഒരു കൈവഴിയാണ് ഈ കാണുന്ന വെട്ടാർ. വെട്ടാർ ഇങ്ങനെ വരണ്ടുണങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് 2 വർഷം തികയുന്നു. ഇവിടെ നിന്ന് നാഗപട്ടണത്തേക്ക് 50 കിലോമീറ്ററോളമുണ്ട്. ഈ നദി നിറഞ്ഞൊഴുകിയാൽ മാത്രമേ നാഗപട്ടണത്ത് വെള്ളം എത്തുകയുള്ളൂ. അവിടുത്തെ നിലങ്ങൾ കൃഷിയിറക്കാനാവുകയുള്ളൂ. അതിജീവനത്തിനായി പല വഴികളും നോക്കി. കുഴൽക്കിണർ കുഴിക്കാൻ പണമുള്ളവർ അത് ചെയ്തു. വെള്ളം കൂടുതൽ വേണ്ട നെൽകൃഷി കുറച്ച് പരുത്തി, ഉഴുന്ന്, എള്ള് എന്നിവയിലേക്ക് തിരിഞ്ഞു. 10 ഏക്കർ സ്ഥലത്തെ കൃഷിയുടെ മേൽനോട്ടക്കാരൻ മാത്രമാണ് വീരസെൽവം. നെൽകൃഷി നിർത്തി ഇവിടെ ഇപ്പോൾ പാകിയിരിക്കുന്നത് എള്ളാണ്. അതാകുമ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ നനച്ചാൽ മതി. നഷ്ടമാണെന്നറിഞ്ഞിട്ടും ഭൂവുടമ കൃഷി തുടരുന്നത് തന്നെ പോലുള്ള പാവം കർഷകർക്ക് വേണ്ടിയാണെന്ന് ഇയാൾ പറയുന്നു. നെല്ല് மாதிரி இது கிடைக்காது சார். எல்லாம் நெல் மாதிரி கிடைக்காது. வரமன் கிடைக்கும், நெல் மாதிரி ஒன்றும் கிடைக்காது. நம்ம எதை போட்டடிச்சா ஏன் சும்மா போட்டால் வீணாக போயிடும், வயலை வீணாக போயிடும், போர் செட்டு வீணாக போயிடும். அதனால் எதையும் போட்டடி எதை வந்து வரட்டும் போட்டுருந்தா இந்த மாதிரி போட்டு பண்ணிவிட்டு நான் ஒரு ஆள் ஒருத்தன் இருக்கேன். இங்கே என் குடும்பம் ஒன்று இருக்குது, நானும் முளைக்கணும்ல. இந்த ஒரு போர் இருக்குது, இன்னும் லைன் வரல, கரண்ட் வரல, அப்படியே கிடக்குது. நாங்கள் மட்டும் தான் போர் போட்டு நாங்கள் ஸ்டார்ட் பண்ணிட்டுருக்கோம். இந்த பக்கத்து 300 ഏക്കറിൽ നെല്ല് വിളഞ്ഞിരുന്ന സ്ഥലമാണിത്. ഇപ്പോൾ വെറും 3 ഏക്കർ മാത്രം ഇങ്ങനെ കൊത്തിക്കിളക്കുകയാണ്. ഇതുപോലും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട നെല്ല് വിളയിക്കാനാണെന്ന്. എള്ളാണ് ഇവിടെ വിതറാൻ പോകുന്നത്, അതും മഴയുണ്ടെങ്കിൽ മാത്രം. செலவு வந்து ஓவர், ஆனால் வருமானம் வந்து 50% கூட கிடையாது. எங்களுக்கே தண்ணி மோட்டார் இருக்குது, மோட்டார் இருந்த தண்ணி சப்ளை சரியில்லாதனால எள் அடிக்கிறோம். அவங்களுக்கு அதுவும் கிடையாது, சும்மா தரிசா தான் பண்ணும். இது பாருங்கள், இது போர்வெல் நிலத்தடி தண்ணியை வச்சு இந்த விவசாயம் பண்ணியிருக்காங்க. இது அந்த கிரவுண்ட் வாட்டர் ஓரளவுக்கு இருக்கிறத வச்சு இவங்க அதிக அளவுக்கு நல்ல பள்ளத்துக்கு போய் தண்ணி எடுத்துருக்காங்க. அது எடுக்க முடியாதவங்க நிப்பாட்டிக்கிட்டு அந்த விவசாயத்தை விட்டுருவாங்க. 3 மணிக்கும் கம்மியாக கூட மோட்டார் ஓட்ட தண்ணி இல்லை. 3-2 பிரித்து பார்த்தா முழு நிலத்துக்கும் பாயலே. மாட்டுக்கு முந்தான் உழவில்லே, மக்களுக்கும் தான் உணவில்லே. மாட்டுக்கு முந்தான் உழவில்லே, மக்களுக்கும் தான் உணவில்லே. மாடா நாம பாடுபட்டோம், நம்ம நிலைமை விடியலே. அன்னை மாடா நாம பாடுபட்டோம், நம்ம நிலைமை விடியலே. 8 മണിക്കൂർ പവർ കട്ട് കഴിഞ്ഞ് ബാക്കി 16 മണിക്കൂറും തുടർച്ചയായി പമ്പ് ചെയ്ത് വേണം നെൽകൃഷിക്ക് വെള്ളം നിറയ്ക്കാൻ. വർഷങ്ങളായുള്ള തുടർച്ചയായ പമ്പിംഗ് മൂലം ഭൂഗർഭ ജലനിരപ്പ് താഴ്ന്നുകൊണ്ടിരിക്കുന്നു. 3 അടി താഴ്ചയിൽ പോലും വെള്ളമുണ്ടായിരുന്നിടത്ത് 100-500 അടിയിലേക്ക് ജലനിരപ്പ് താഴ്ന്നു. കിട്ടുന്നതോ ഉപ്പുവെള്ളവും. ചെലവ് കൂടുതലും വിളവ് നന്നേ കുറവും എന്നതാണ് സ്ഥിതി. வந்து ஒரு 150 அடிலாம் தண்ணி இருக்கும், முதல்ல 100 அடியிலாம் தண்ணி இருக்கும். இப்போல்லாம் 200-250 அடிக்கெலாம் போயிட்டாங்க. இங்கே நல்லா விளைஞ்சிச்சு அப்படின்னாக்கா வந்து எப்படியும் ஒரு 15 மூட்டை 16 மூட்டைக்கு மேலே கிடைக்கும்னாக்க ஒரு 2 ஏக்கர் 2.5 ஏக்கருக்கு. இது 2.5 ஏக்கர் தான் விளைஞ்சது. இப்போ நீங்கள் பார்த்தீங்கன்னா வந்து ஒரு
2 மூட்டை கிடைக்கிறத விட கஷ்டம் அது. இப்படி போனால் எப்படி விவசாயம் பண்ணுறது? கொஞ்சம் கஷ்டம் தானாக்க, இருந்தாலும் கொஞ்சம் കഷ്ടപ്പെടാൻ ഇழுത്ത് പിടിച്ചാൽ പണിക്കിട്ട് தான் இருக்கிறது. നിലം ഉപയോഗശൂന്യമാവാതിരിക്കാൻ, കൃഷിപ്പണിക്കാരുടെ അന്നം മുട്ടാതിരിക്കാൻ, അന്നന്നത്തെ അന്നത്തിന്, അങ്ങനെ ഏറ്റവും മിനിമം ലക്ഷ്യങ്ങൾ മാത്രം കണ്ടാണ് പലരും കൃഷി തുടരുന്നത്. കർഷക ഗ്രാമങ്ങളുടെ നിലയാണ് പരമകഷ്ടം. തൊഴിൽ നഷ്ടപ്പെട്ടു. ഓർമ്മ വെച്ച നാൾ മുതൽ കൃഷി മാത്രം ചെയ്തു പോകുന്ന പഴയ തലമുറ എന്തു ചെയ്യണമെന്നറിയാതെ വീടുകളിൽ കുത്തിയിരിക്കുന്നു. வேறு என்ன செய்கிறது, என்ன சொல்கிறது, திணையில் படுத்து தூங்கி முடிச்சுக்கிட்டு தான் உட்காந்துருக்கோம். வெத்தாளி கூட வழி இல்லை, பீடிக்கு வழி இல்லை. ரொம்ப கஷ்டத்தில் இருக்கிறோம் சார். நாங்கள் என்ன பண்ணுறது, எப்படி பண்ணுறது? பிள்ளைங்களை காலையில் பள்ளிக்கூடத்துக்கு அனுப்பணும், அதுக்கு 2 ரூபா கொடுத்து போக சொல்ல கூட எங்களுக்கு வழி இல்லாமல் நிலமையில் உட்காந்துருக்கோம். ஆம்பளை பொம்பளை எல்லாம் அனைத்து பேரும் 24 மணி நேரமே வீட்டில் தான் இருக்கிறோம். அப்படின்னு தான் நாங்கள் எப்படி என்ன செய்யறது? எந்த வேலையுமே கிடையாதுங்களா சார். ஊரில் தண்ணி இருந்தால் தானே, எங்களுக்கு தண்ணி இருந்தால் தானே வேலை. தண்ணி இல்லாதப்போ நாங்கள் எங்கே வேலை செய்ய முடியும்? ஒரு டவுன் சைடில் வந்து ஒரு கொத்தனார் வேலை, அந்த வேலை இந்த வேலை போகலாம். இஞ்சையெல்லாம் அது எங்குமே கிடைக்காது. உள் கிராமம் இது. எங்களுக்கு வந்து விவசாயம் தான். നിലങ്ങളെ കീറിമുറിച്ച് കടന്നുപോകുന്ന എക്സ്പ്രസ് ഹൈവേകൾ, റിയൽ എസ്റ്റേറ്റിന് തലകുനിച്ച് പ്ലോട്ടുകളായി തിരിക്കപ്പെട്ട നിലങ്ങൾ, തഞ്ചാവൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിലെ ഇപ്പോഴത്തെ കാഴ്ച ഇതാണ്. കർഷകരുടെ അവസ്ഥ ചൂഷണം ചെയ്ത് ചുളുവിലയ്ക്ക് ഭൂമി വാങ്ങിക്കൂട്ടുകയാണ് റിയൽ എസ്റ്റേറ്റുകാർ. இதுலேருந்து பார்த்தீங்கன்னா இப்போ திருச்சி பைபாஸ் வரைக்கும் வந்து எங்களுக்கு ஃப்ளாட்டாக போட ஆரம்பிச்சிட்டாங்க. இங்கிட்டும் பார்த்தீங்கன்னா இங்கிட்டும் ஃப்ளாட்டாக போட ஆரம்பிச்சிட்டாங்க. கொஞ்சம் உள்ள விவசாயம் பண்ணாங்க, உள்ளேயும் அதெல்லாம் ஃப்ளாட் போட ஆரம்பிச்சிட்டாங்க. அதனால தான் நிறைய பேர் விவசாயம் பண்ண முடியாமல் எல்லாமே வந்து ஃப்ளாட்டுக்கு வந்து சேல்ஸ் பண்ணிட்டு പോയിട്ടാங்க அவங்க பாட்டுக்கு. വെള്ളം പറ്റിയ ആറുകളിൽ രാഷ്ട്രീയക്കാർക്ക് ഗുണമുള്ള മറ്റൊരു വ്യവസായവും തകർക്കുന്നുണ്ട്: മണലെടുപ്പ്. ആറുകൾ വൃത്തിയാക്കാനെന്ന വ്യാജേന സ്വകാര്യ വ്യക്തികൾക്ക് മണൽ വാരാൻ കരാർ കൊടുത്തിരിക്കുകയാണ് സർക്കാർ. കരാറുകാർ രാഷ്ട്രീയക്കാരുടെ ബിനാമികളും. കൃഷി തകർന്ന് വരുമാനം നിലച്ച കർഷകരും ജീവിക്കാൻ വേറെ വഴിയില്ലാത്തതിനാൽ ചെറിയ തോതിൽ മണലെടുത്ത് വിൽക്കുന്നുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം തമിഴ്നാടിൻ്റെ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഏറ്റവും സുപ്രധാനമായ പ്രതീകം. എന്നാൽ തഞ്ചാവൂർ ക്ഷേത്രത്തെക്കാളേറെ പഴക്കമുള്ളതാണ് കാവേരി നദിയും തമിഴ്നാടും തമ്മിലുള്ള ബന്ധം. തമിഴ്നാടിൻ്റെ ജീവരേഖയാണ് കാവേരി. കാവേരി ഇല്ലെങ്കിൽ തമിഴ്നാടില്ല. തമിഴ്നാടിൻ്റെ ഉത്കൃഷ്ടമായ കാർഷിക സംസ്കൃതിയുടെ നട്ടെല്ലാണ് കാവേരി നദി. ആ കാവേരി നദിയുടെ ഇന്നത്തെ അവസ്ഥ കാണുക. தக்காளி நட்ட வருஷத்திலே தண்ணி குறைஞ்சது கிணத்திலே, தக்காளி நட்ட வருஷத்திலே தண்ணி குறைஞ்சது கிணத்திலே, தண்ணி இருக்கின்ற வருஷத்திலே தக்காளிக்கும் விலையில்லை, தண்ணி இருக்கின்ற வருஷத்திலே தக்காளிக்கும் விலையில்லை. காட்டை திருத்தி கிணறு வெட்டி கத்தரி நட்டேன் காய்ச்சலே, அன்னை காட்டை திருத்தி கிணறு வெட்டி கத்தரி நட்டேன் காய்ச்சலே. கடனை வாங்கி சோளத்தை போட்டேன் காலகாலத்தில் மழையிலே, அன்னை கடனை வாங்கி சோளத்தை போட்டா കാലകാലത്തിലെ മലയില്ലേ. കാവേരി നദീജലം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കർണാടകയും തമിഴ്നാടും തമ്മിലുള്ള തർക്കത്തിന് നൂറ്റാണ്ട് പഴക്കമുണ്ട്. സുപ്രീം കോടതി നിയമിച്ച കാവേരി ട്രൈബ്യൂണൽ 2007 പുറപ്പെടുവിച്ച അന്തിമ വിധിയും കർണാടകയ്ക്ക് സ്വീകാര്യമായില്ല. അതിനുശേഷം എത്ര അന്ത്യശാസനങ്ങൾ, സർക്കാർ ഇടപെടലുകൾ. പക്ഷേ കർണാടക കുലുങ്ങുന്നില്ല. മഴ കുറഞ്ഞതോടെ വെള്ളം തങ്ങൾക്ക് പോലും തികയുന്നില്ലെന്നാണ് കർണാടകയുടെ വാദം. ഇതിനു പുറമെ കാവേരിക്ക് കുറുകെ മേക്കേദാതുവിൽ പുതിയ ഡാം നിർമ്മിക്കാനുള്ള ഫണ്ടും കർണാടക സർക്കാർ വകയിരുത്തി. അതിനിടയിലാണ് അന്തർ സംസ്ഥാന നദീജല തർക്ക പരിഹാര ബിൽ ഭേദഗതി ചെയ്യാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം. നദീജല തർക്കങ്ങൾ പരിഹരിക്കാൻ ഒറ്റ ട്രൈബ്യൂണൽ എന്ന ആശയം കാവേരി ട്രൈബ്യൂണലിന്റെ അന്തിമ വിധിയെ അട്ടിമറിക്കാനെന്ന് ന്യായമായും സംശയിക്കണം. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സമരത്തിന്റെ ഒന്നാമത്തെ മുദ്രാവാക്യം പുതിയ ബില്ലിനെതിരെയാണ്, കേന്ദ്ര സർക്കാരിന് എതിരെയാണ്. ஏன்னா உச்சநீதிமன்றமே அப்ஹல்ட் பண்ணி அந்த தீர்ப்பை மேனேஜ்மெண்ட் போர்டு அமைக்க வேண்டும் என்று டைம் பவுண்டாக ஒரு தேதியை கொடுத்தாங்க. லாஸ்ட் செப்டம்பர் 20th
டைம் பவுண்டாக வித்தின் எ மந்த் காவேரி மேனேஜ்மெண்ட் போர்டு ஷுட் பி ஃபார்ம்டு என்றே ஒரு டைரக்ஷனை கொடுத்துச்சு சுப்ரீம் கோர்ட்டு. அட்டார்னி ஜெனரல் முகுல் ரோத்தகி வந்து ஒத்துக்கிட்டு போனார். He agreed. Then the last minute he came to the Supreme Court and submit one petition. No, Supreme Court has no power to order in these tribunal matters. என்ன கொடுத்துட்டாரு. அப்போ மேனேஜ்மெண்ட் போர்டு அமைக்கல. பார்லிமெண்ட் ஒன்லி ஹேவ் தட் பவர் என்று அவர் சொன்னார். ஆனால் பார்லிமெண்ட்டில் வாட் தே இன்ட்ரடியூஸ் டு டிசால்வ் தி காவேரி ட்ரிபியூனல், டு கிரியேட் ஒன் சிங்கிள் ட்ரிபியூனல். இப்போ பார்லிமெண்ட் ஹேஸ் த பவர். ஆனால் பார்லிமெண்ட்டில் வந்து மேனேஜ்மெண்ட் போர்டுக்கு இன்ட்ரடியூஸ் பண்ணலையே. அதுக்கு பதிலாக காவேரி ட்ரிபியூனலே கலைத்து விட்டு ஒரு சிங்கிள் ட்ரிபியூனல் புதுசாக உருவாக்கி அதற்குள்ள காவேரி வழக்கை கொண்டு போகிறதுக்கு பார்க்குறாங்க. அப்படின்னா இதெல்லாம் தான் பார்ഷ്യാലിറ്റി. കർണാടകയ്ക്ക് അനുകൂലമായ പക്ഷപാത നിലപാട് ദ്രാവിഡ സ്വത്വത്തിനു നേരെയുള്ള കടന്നാക്രമണമായും കാണുന്നുണ്ട്. இந்தியை நாங்கள் இன்று வரை ஏற்கவில்லை. வடநாட்டு ஆதிக்கத்தை இன்று வரை ஏற்கவில்லை. ஒரு சமத்துவ நிலையில் ஒரு கூட்டாட்சியாக ஒரு ஜென்யூன் ஃபெடரேஷனாக இந்தியா இருந்தால் இங்கே வந்து மக்கள் தமிழ் மக்கள் மத்திய அரசை நம்புவார்கள். ஜென்யூன் ஃபெடரேஷனாக இல்லை. எல்லாம் வந்து வடநாட்டிலேருந்து இங்கே வந்து திணிக்கிறார்கள், இம்போஸ் பண்ணுறாங்க. മറ്റൊരു പ്രധാന മുദ്രാവാക്യവും കർഷക സമരത്തിൽ ഉയർന്നു. കാവേരി നദീതടത്തിലെ ഹൈഡ്രോ കാർബൺ ഖനനത്തിനെതിരെ. காவிரி படுகை ஹைட்ரோ கார்பன் எடுப்பதற்கான ஒப்பந்தத்தை இந்திய அரசே ரத்து செய். வெளியேற்று வெளியேற்று ONGC நிறுவனத்தை, இந்திய நாளில் நிறுவனத்தை. പുതുക്കോട്ടയിലെ നെടുവാസലിൽ എണ്ണഖനനത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് പിൻവലിക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. ജം ലബോറട്ടറീസ് എന്ന സ്ഥാപനത്തിനാണ് ONGC കരാർ നൽകിയത്. സംസ്ഥാന സർക്കാരിനും സമ്മതം. പരിസ്ഥിതി സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് ഒരു ഘട്ടത്തിൽ മരവിപ്പിച്ചിരുന്ന പദ്ധതി ഇപ്പോൾ വീണ്ടും സജീവമായിട്ടുണ്ട്. നെടുവാസലിൽ ഇവർ ഒരു പുതിയ പോരാട്ടം തുറന്നിരിക്കുകയാണ്. തിരുവാരൂരിലെ ഹൈഡ്രോ കാർബൺ ഖനനത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടാണ് ഈ പോരാട്ടം. കൃഷിക്ക് വേണ്ടി, ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടം. തിക്തമായ അനുഭവങ്ങളാണ് പദ്ധതിയെ എതിർക്കാൻ നാട്ടുകാരെ പ്രേരിപ്പിക്കുന്നത്. ആദ്യത്തേത് തിരുവാരൂർ ജില്ലയിലേത്. കർഷകരിൽ നിന്ന് നിലങ്ങൾ പറിച്ചെടുത്ത് 25 ഇടങ്ങളിൽ ONGC പ്രകൃതിവാതകം ഖനനം ചെയ്യാൻ തുടങ്ങിയിട്ട് 1/4 നൂറ്റാണ്ടായി. തിരുവാരൂരിലെയും നാഗപട്ടണത്തെയും നിലങ്ങളിൽ ആഴത്തിൽ ഡ്രില്ലിംഗ് നടത്തി തലങ്ങും വിലങ്ങും പൈപ്പ് ലൈനുകളിട്ട് മീഥെയ്ൻ ഊറ്റുന്നു. ഇന്ന് പ്രദേശത്തെ അന്തരീക്ഷ ഊഷ്മാവ് ക്രമാതീതമായി വർദ്ധിച്ചു. വെള്ളക്ഷാമം രൂക്ഷം. കർഷകർ ഭൂമി റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന് വെച്ച് സ്ഥലം മാറിപ്പോയി. കടുത്ത സമ്മർദ്ദത്തിലും സ്ഥലം വിട്ടുകൊടുക്കാതെ പിടിച്ചു നിൽക്കുന്ന ഒരു ചെറിയ ഗ്രാമമുണ്ട് ഇവിടെ. അവർ അനുഭവിക്കുന്നതാകട്ടെ നരകയാതനയും. 20-26 வருஷம் ஆயிட்டு இந்த இடத்துல தண்ணின்னு பிரச்சனை கிளம்பி இந்த ONGC போடுறதுலேருந்து எங்கள் ஊரில் தண்ணிங்கிறதே கிடையாது. ரொம்ப தண்ணிக்கு பாவமாக இருக்கிறோம். ஆடு மாட்டுக்கு தண்ணி கிடையாது, குளிக்க தண்ணி கிடைக்க மாட்டேங்குது. உங்களோட ஃபீல்டு நடுவில் இருக்கிறதுனால இங்கே இருக்கிற வாய்க்கால்கள், மற்ற தண்ணி வர்ற வழி எல்லாமே அடைபட்டு போச்சு. அடுத்தது என்னென்னா, நிலத்தடி நீர் மாசாயிட்டு. அப்போ இவங்க விவசாயம் பண்ணால் கூட ஒன்றும் நடக்காது. அடுத்தது இவங்க பைப் லைன் போடுறாங்க. வயலுக்கு நடுவில் முழுக்க பைப் லைன் போடுறதுனால இவங்க எதுவுமே பண்ண முடியாது. அந்த பைப் லைனை ஒரு 5 அடி டெப்த்தில் இவங்க போட்டுருவாங்க. அந்த 5 அடிக்கு மேலே இவங்க விவசாயம் பண்ணுறது முடியாது. நீங்கள் பார்த்தீங்கன்னா அவங்க ஒரு 2 ஏக்கர் 4 ஏக்கர் தான் ONGCயில் எடுத்திருப்பாங்க. ஆனால் சுற்றி 20 ഏക്കർ കെട്ടു പോയിരിക്കും. നെടുവാസലുകാർക്ക് നേരിട്ട് തന്നെ പരിചയമുള്ളതാണ് ONGCയുടെ ചെയ്തികൾ. 2004 ONGC പരീക്ഷണാടിസ്ഥാനത്തിൽ കുഴിച്ച ഇടങ്ങളിൽ ഒന്നാണിത്. ഇതിനായി ഒഴിപ്പിച്ചത് പൊന്നുവിളഞ്ഞിരുന്ന 10 ഏക്കർ നെൽപ്പാടം. ഇതുപോലെ 10 ഇടങ്ങളിൽ വേറെയും. ഭൂമി ഏറ്റെടുക്കലിനെ തുടർന്ന് ഹൃദയാഘാതം മൂലം അന്ന് മരിച്ചത് 3 പേർ. ONGC ഉപേക്ഷിച്ചു പോയ ക്രൂഡ് ഓയിൽ ഇപ്പോഴും ഇവിടെയുണ്ട്. 13 വർഷത്തിന് ശേഷവും മണ്ണിൽ ഇറങ്ങാതെ. മഴ പെയ്ത് വെള്ളം നിറഞ്ഞാൽ എണ്ണ മുഴുവൻ പാടങ്ങളിലെത്തും. ഇവിടെ വ്യാവസായികാടിസ്ഥാനത്തിൽ ഖനനത്തിന് നീക്കം തുടങ്ങിയത് 2013-ലാണ്. ഇപ്പോഴും സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത കർഷകനാണ് നെടുവാസലിലെ ചെറുത്തുനിൽപ്പിന് ഊർജം പകരുന്നത്. இப்போ இந்த இடத்துல வந்து 6000 அடி 10,000 அடி அவங்க போடுறேன்னு சொல்லையில்
அந்த கடல் தண்ணி இங்கே வாங்குமா வாங்காதா அவங்கள்ட்ட நான் கேட்குறேன். கேட்டதுக்கு கடல் தண்ணி வரும். அப்போ கடல் தண்ணி வந்தால் இந்த தண்ணி உப்பு தண்ணி ஏறுச்சுன்னா விவசாயம் எப்படியா பண்ண முடியும் அப்படின்னு கேட்குறதுக்கு பேசாமல் இருந்தா. அந்த ஒரு காரணத்துக்கு தாயா நான் எதுக்குறேன். உப்பு தண்ணி வந்தால் எப்படி குடிக்க முடியும், எப்படி விவசாயம் பண்ண முடியும்? நாங்கள் எங்கே போகிறது, எங்கே சாகிறதா போகிறதா பிழைக்கிறதா, எங்கே பிழைக்க முடியும்? இந்த பச்சையான இடத்த விட்டு இந்த தண்ணியை விட்டு நாங்கள் எங்கே போக முடியும்? കർണാടക കാവേരി വെള്ളം തരാത്തതിന് പിന്നിൽ എണ്ണക്കമ്പനികളും സർക്കാരും തമ്മിലെ ഗൂഢാലോചനയുണ്ടെന്ന് ഇവർ കരുതുന്നു. இந்த காவேரி தண்ணீர் தராமல் இருப்பதற்கு ஒரு காரணம் இதை வந்து விவசாய நிலம் இல்லை என்று மாற்றி இங்கே கார்ப்பரேட் நிறுவனங்களுக்கு இதை இடம் கொடுக்க வேண்டும் என்ற மோடி கொள்கையும் இதில் முக்கியமான ஒரு கொள்கை. നെടുവാസൽ ഉൾപ്പെടെയുള്ള പ്രദേശത്തെ 320 ഗ്രാമസഭകൾ ഹൈഡ്രോ കാർബൺ ഖനനത്തെ എതിർത്ത് പ്രമേയം പാസാക്കി. ജല്ലിക്കെട്ട് സമരം പോലെ ഇത് വളരുമോ എന്ന് സർക്കാർ ഭയക്കുന്നുണ്ട്. കോയമ്പത്തൂർ നിന്ന് സമരത്തിൽ പങ്കെടുക്കാനെത്തിയ 7 വിദ്യാർത്ഥികളെ കരൂർ റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് തീവ്രവാദികളെ പോലെയാണ്. ഐക്യദാർഢ്യ പ്രകടനങ്ങൾ പോലും ഇവിടെ അനുവദിക്കുന്നില്ല. നെല്ലും നിലക്കടലയും കരിമ്പും കൃഷി ചെയ്തിരുന്ന നെടുവാസലിലെ കർഷകർ ഇപ്പോൾ നടുന്നത് കാറ്റാടിത്തൈകളാണ്. വെള്ളം വേണ്ട, 10 വർഷം കഴിഞ്ഞാൽ മുറിച്ചു നിൽക്കാം. ഇങ്ങനെ പോയാൽ അടുത്ത തലമുറയിൽ കൃഷി ചെയ്യാൻ ആരുണ്ടാകും? ഓർമ്മ വെച്ച നാൾ മുതൽ കൃഷി മാത്രം ചെയ്തു വരുന്ന ഗോപാലകൃഷ്ണന്റെ കൂട്ടുകാരൊക്കെ ഇന്ന് തിരുപ്പൂരിലെ ഗാർമെന്റ് ഫാക്ടറികളിലാണ്. നാളെ ഒരുപക്ഷെ ഇയാൾക്കും അങ്ങോട്ട് തന്നെ പോകേണ്ടി വരും. എല്ലാം ബസ്സിങ്ങ പോയിട്ടാണ് നമ്മുടെ പേരും പോണാങ്ക തിരുപ്പൂർ പോയിടും. എല്ലാം പണി കമ്പനി എല്ലാം സോപ്പ് കമ്പനി പോയിടും. MCA കഴിഞ്ഞിട്ടും കൃഷി തന്നെ തിരഞ്ഞെടുത്തവരാണ് ഈ സഹോദരങ്ങൾ. പക്ഷേ മാറി ചിന്തിക്കേണ്ട സമയം അടുത്തെന്ന് തോന്നുന്നു. அது சிறு தொழில் பண்ணுற மாதிரி தான் ஐடியா இருக்குது. ஏன்னா விவசாயத்தில் போதுமான வருமானங்கள் இல்லை. மற்றபடி வந்து ஒரு கூட்டு பண்ணை மாதிரி வைக்கிற மாதிரி ஆடுங்க மாடுங்க அப்புறம் வாழை தென்னை அது மாதிரி மரங்கள் வச்சு கொஞ்சம் பண்ணலான்னு சொல்லி ஒரு ஐடியா இருக்குது. அதான் கொஞ்சம் கொஞ்சமாக பண்ணிகிட்டு இருக்கோம், பார்த்துக்கிட்டு இருக்கோம். ஏன்னா இதை நம்பியே ஒன்றும் பண்ண முடியாது இல்லை. ஏ நன்னானே நானே நன்னே நானே ஏ நானே நன்னே நானே நன்னே நானே நன்னே நானே நானே நன்னே நானே ஓராயிரம் சங்கிலிய பூட்டி ஏ அழகான ரேசர் கம்பி രേഖമെല്ലാം തൂട്ടി രേഖമെല്ലാം പൂട്ടി. ജൂണിൽ തമിഴ്നാടിന്റെ പുതിയ കൃഷിവർഷം തുടങ്ങുമ്പോൾ കടുത്ത ആശങ്കയിലാണ് കർഷകർ. കർഷക ആത്മഹത്യകളും സമരവും ഒരു മുന്നറിയിപ്പാണ്. തഞ്ചാവൂർ ഉൾപ്പെടെ തമിഴ്നാടിന്റെ ധാന്യപ്പുരകൾ കാലിയാകാൻ ഇനി അധികം നാളില്ലെന്ന മുന്നറിയിപ്പ്. അതിനാൽ വിജയിക്കേണ്ട സമരമാണ് തമിഴ്നാട്ടിലെ കർഷകരുടേത്. ഇതുപോലെ തഞ്ചാവൂർ മുഴുവനും നിറഞ്ഞ പച്ചപ്പ്. തഞ്ചാവൂർ മാത്രമല്ല, തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക ജില്ലകളും ഈ കാർഷിക സംസ്കൃതിയുടെ പാരമ്പര്യം പേറുന്നവരാണ്. ഒരുപക്ഷെ അതിലെ അവസാനത്തെ കണ്ണികളാകുമോ ഇവരെന്ന ആശങ്കയിലാണ് ഇപ്പോൾ ഉള്ളത്. കടുത്ത വരൾച്ചയാണ് തമിഴ്നാട്ടിലെങ്ങും. നെൽകൃഷി വിട്ട് തഞ്ചാവൂരുകാർ മറ്റുള്ള കൃഷികളിലേക്ക് മാറിയിരിക്കുന്നു. ഇനിയും ഈ സ്ഥിതി തുടർന്നാൽ നാളെ ഈ കാർഷിക സംസ്കൃതി വെറുമൊരു ചരിത്രം മാത്രമായി അവസാനിക്കും.